ഭാരത് ജോഡോയുടെ രണ്ടാം പതിപ്പായ നായി യാത്ര ഇന്ന് പശ്ചിമ ബംഗാളിൽ പുനരാരംഭിക്കും. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഭദ്ര ചേരുന്നു. ഭദ്ര, മമതയടക്കമുള്ളവർ സഹകരിക്കുമോ? പ്രത്യേകിച്ച് നിതീഷ് കുമാർ പോകുന്ന ഒരു സാഹചര്യത്തിൽ മമതയടക്കമുള്ളവരുമായി ഒരു യോഗം അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച ഭാരത് ജോഡോ നായി യാത്രയുടെ പശ്ചാത്തലത്തിൽ നടക്കുമോ എന്നുള്ളതാണ് ഒരുപക്ഷെ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് ബംഗാളിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, കാരണം ഇന്ന് അതായത് റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് വീണ്ടും യാത്ര പുനരാരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ പശ്ചിമ ബംഗാളിൽ യാത്ര പുരോഗമിക്കുമ്പോൾ വടക്കൻ ബംഗാളിലാണ് ഇന്ന് യാത്ര പുരോഗമിക്കുന്നത്. ആ ഭാഗത്ത് തന്നെയാണ് മമതാ ബാനർജിയും ഉള്ളത്. കാരണം അവിടെ വികസന പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ചില ഉദ്ഘാടന പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാനാണ് മമത എത്തുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ നമുക്കറിയാം, നിതീഷ് അടക്കം ഇടഞ്ഞു നിൽക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട്. ഈ ഭാരത് ജോഡോ യാത്ര അറിയിച്ചിരുന്നില്ല, അത് രാഹുൽ ഗാന്ധി നേരിട്ടെടുത്ത ഒരു തീരുമാനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മമതയും ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മമതയെ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മല്ലികാർജുൻ ഖാർഗെ അതുപോലെ തന്നെ സോണിയാഗാന്ധി ഒക്കെ നടത്തിയിരുന്നു എങ്കിൽ പോലും അതെല്ലാം വിഫലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഭാരത് ജോഡോ യാത്ര പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. എന്തായാലും ഇന്ന് ഇരു നേതാക്കളും കാണുമോ എന്നുള്ളത് ഒരു സുപ്രധാന കാര്യമാണ്. അതൊരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടത് ഇതിൽ CPM-ന്റെ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് ആണ്. അതായത് മമത പങ്കെടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ മമതയുമായി ഒരു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി നടത്തുകയാണ് എങ്കിൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമാകില്ല CPM എന്ന് നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ ബദ്ധശത്രുവാണ് CPM എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മമതയ്ക്കുള്ള വോട്ടുകൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, കോൺഗ്രസും CPM-ഉം തമ്മിൽ അവർ തമ്മിൽ അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഒരു സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതകളും ഏറെയുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പശ്ചിമ ബംഗാളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈ CPM പങ്കെടുക്കില്ല എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മമതയുമായുള്ള കൂടിക്കാഴ്ച അത് ഇപ്പോൾ നടക്കുമോ എന്നുള്ളതും ഏറെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ മമതയുടെ ഒരു അനുനയം എന്നുള്ളത് അത് ഇന്ന് നടക്കണം എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയിൽ പല നേതാക്കളും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ 28ഓളം പ്രതിപക്ഷ പാർട്ടികളാണ് ഉള്ളത്. ഈ പാർട്ടികളിൽ നിതീഷ് കുമാറും അതുപോലെ മമതയും പ്രധാനികളിൽ 2 പേരാണ്. നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണി രൂപീകൃതമാകുന്ന സമയം മുതൽക്കുള്ള മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹം പോകുന്നതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗം തന്നെ തളരുമെന്നുള്ള ഒരു വിമർശനങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുന്നണിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മമതയെ ഏത് രീതിയിലായിരിക്കും ഇനി അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഭാരത് ജോഡോ യാത്രയും ഈ പശ്ചിമ ബംഗാളിലേക്ക് കടക്കുന്നത്. അജിംഷാദ്. ശരി, ഭദ്രയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.